നിബി, സിനിമ കോൺക്ലേവ് നടന്ന ജില്ല ഏതായിരുന്നു? സിനിമ കോൺക്ലേവ് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാ? പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാ? കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഫസ്റ്റ് ചെയർമാൻ. എന്തുകൊണ്ടാണ് അക്ഷരമുറ്റം പോലുള്ള ക്വിസുകൾക്ക് ഇപ്പം ഷാജിയൻ കരുണിന്റെ ആ ചോദ്യം പ്രസക്തമാകുന്നത്? ഈ അടുത്താണ് ഷാജിയൻ കരുൺ എന്ന് പറയുന്ന വ്യക്തി അന്തരിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബഹുമതി പറയാമോ? അദ്ദേഹത്തിനാണ് 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. അതെ, മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. ആ പേരിലുള്ള JC ഡാനിയൽ പുരസ്കാരം 2023 കിട്ടിയത് ഷാജിയൻ കരുണിനാണ്. ഷാജിയൻ കരുണിന്റെ വീട്ടുപേര് എന്താണെന്നറിയോ? പിറവി. എന്താ പ്രത്യേകത? അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ പിറവിയാണ്. പിറവി എന്ന സിനിമയുടെ പ്രമേയം എന്താണ്? ഇന്ത്യയുടെ ചരിത്രത്തിലെ, കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്തു. അത് ഈശ്വരവാര്യരുടെയും മകൻ രാജന്റെയും കഥയാണ്. ഈ പിറവി എന്ന സിനിമ ഒത്തിരി അന്താരാഷ്ട്ര അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട്. ഷാജിയൻ കരുണിന് മാത്രമുള്ളൊരു പ്രത്യേകത, ഏതെങ്കിലും ഒരു മലയാള സംവിധായകന്റെ ചിത്രങ്ങൾ ഒന്നിലധികം തവണ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഷാജിയൻ കരുണിൻ്റെതാണ്. രണ്ടാമത്തെ സിനിമ എന്ന് പറയാം. ഒന്ന് പിറവിയാണ്, സ്വം. ശരിയായ ഉത്തരം.